തെരഞ്ഞെടുപ്പ് എങ്ങനെ, സമാധാനപരമായിരുന്നോ? ആളുകൾ വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ജൊക്കി ആരെയോ പിടിച്ച് തള്ളിയെന്നോ അടിച്ചതൊക്കെ കേട്ടു. വെള്ളം അകത്ത് ചെന്നാ പിന്നെ തന്റെ ഇടം കുറച്ച് കൂടുതലാണല്ലോ. കുഞ്ഞ് ജയിക്കുമെന്നാ എല്ലാരും പറയുന്നത്. നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്തേക്കും. ഇവിടെ കിടന്നിട്ട് ഒരു മനസമാധാനവും ഇല്ല. വോട്ടെണ്ണുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. കുര്യൻ സിന്ദാബാദ്, തോറ്റല്ലോ തോറ്റല്ലോ പീതാംബരൻ തോറ്റല്ലോ. ഇനിയിപ്പൊ ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം? തോറ്റതോ തോറ്റു. എഴുന്നേറ്റ് വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മേ, ആശുപത്രി വെച്ച് കണ്ട ചേച്ചി അച്ഛനും കൂടെ വന്നിരിക്കുന്നു. രക്തം കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ആശുപത്രി വെച്ച് പീതാംബരനെ കണ്ടു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരാനും വഴി ചോദിച്ചപ്പോഴല്ലേ അറിയുന്നത് വലിയ അടുത്ത് കേശവൻ നായരുടെ വീടാണെന്ന്. ആ പേര് മാത്രമേ ഉള്ളൂ. ആ മതിയല്ലോ, കാശും സമ്പാദ്യവും ഒക്കെ പോയാലും തൽപ്പേരെന്നും നിൽക്കും. ഏതായാലും വലിയടത്ത് കേശവൻ നായരുടെ മോനോടാണല്ലോ ഞാൻ കടക്കാരനായത്. അവൻ കാശുമില്ല കടം മേടിച്ചോ? ഞാൻ കടം മേടിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു 80 പൈസയുടെ ബന്ധമാണ്. പീതാംബരൻ അതൊന്നും ഇവിടെ പറഞ്ഞില്ലേ? ഓ, അവൻ ഇവിടെ വന്ന് ഒന്നും പറയത്തില്ല. രക്തം കൊടുക്കാൻ പോയ കാര്യം തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടാ ഈ നേരത്തെ ഇവിടെ കണ്ടത്. ഇല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയെന്നെ നാടി വിറ്റെ. ആ, മോക്ക് പോസ്റ്റ് ഓഫീസിലെ ജോലി എന്നല്ലേ പറഞ്ഞത്? അതെ. എന്നും പോയി വരുവാന്നോ? അതിനുള്ള ദൂരല്ലേ ഉള്ളൂ. മോള് പോയി ചായക്ക് ഇത്തിരി വെള്ളം വെക്ക്. ശരി. മൂത്ത മോളാണല്ലേ? അതെ, ഇവന്റെ നേരെ ഇളയതാ. ആലോചനയൊന്നും ആയില്ലേ? ആലോചിക്കേണ്ട ആളല്ലേ നാട് നന്നാക്കാൻ നടക്കുന്നത്. എന്താ പീതാംബര, നാട്ടുകാര്യം മാത്രം നോക്കിയിടന്നാ മതിയോ? നാട്ടുകാര്യവും നോക്കണം. 10 പേർക്ക് ഉപകാരം ചെയ്താൽ ഒരാളെങ്കിലും തിരിച്ചു ചെയ്യും. അതെനിക്ക് അനുഭവമാണ് എന്ന് വിചാരിച്ച് സ്വന്തം കാര്യം നോക്കാതിരിക്കരുത്. ആ, നേരമായെങ്കിൽ മോള് വയ്ക്കോ, ആ പീസ് മുടക്കണ്ട. ചായ കുടിച്ചിട്ട് പോകാൻ മോളെ. ചായ വേണ്ടമ്മേ, ഉച്ചയ്ക്ക് ഊണ് തന്നാ മതി. വരട്ടെ. ഹിന്ദുവിന്റെ അച്ഛന്റെയും വരവ് കൂടിയായപ്പോ വീട്ടുകാരാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആശുപത്രിയിൽ വെച്ച് അനിയത്തിയും സിസിലിയും അർത്ഥം വെച്ച് പലതും പറഞ്ഞു. ഈ പറയുന്ന ആൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ. ഹേ, എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. ചെരുപ്പ് നനയണ്ട. സിന്ധുവിനെ അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വലിയടത്ത് കേശവൻ നായരുടെ കുടുംബമാണെന്നുകൂടി കേട്ടപ്പോ അച്ഛന് കൊച്ചച്ഛന്റെ മോനെ വേണ്ടി ആലോചിക്കണമെന്ന് നിർബന്ധം. ചെറുക്കനെയും കൂട്ടനെയും പറഞ്ഞുവിടാനിരിക്കുക അച്ഛൻ. അയ്യോ, അത് വേണ്ട. അതെന്താ? സിന്ധുവിനെ കെട്ടിച്ചയക്കണമെന്ന് ഉദ്ദേശമല്ലേ? അതല്ല, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു തയ്യാറെടുപ്പില്ലാതെ. അച്ഛന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇനി ചെരുപ്പിട്ടൂടെ? ഈ തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയി. മിസ്റ്റർ പീതാംബരൻ. ആ, വാസോ വന്നിട്ട് കണ്ടില്ലല്ലോ. ഗൾഫൊക്കെ എങ്ങനെയുണ്ട്? ഓ, ഗൾഫൊക്കെ പഴയതുപോലൊക്കെ തന്നെയുണ്ട്. ആ, ഇലക്ഷനും തോറ്റെന്നറിഞ്ഞു. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്?
എത്ര ലീവുണ്ട്? 3 മാസം ഉണ്ട്. അതിനു മുമ്പ് വീട് പണി തീർക്കണം. അമ്മയോട് ഒരു കാര്യം പറഞ്ഞയച്ചിരുന്നു. അമ്മ പറഞ്ഞു. സിറ്റിയിലാകുമ്പം 10 സെന്റ് സ്ഥലം ഒരു വീട് വെക്കാൻ അധികമാണ്. ഗ്രാമത്തിലാകുമ്പോ കുറച്ച് കാമ്പൗണ്ടില്ലാതെ എങ്ങനെയാ ഒരു ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് വെക്കുക? കോമ്പൗണ്ട് പ്രശ്നമാണോ? ഇവിടൊക്കെ ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് വെക്കുന്നത് ഒരു നില താഴെയും 2ാമത്തെ നില മേലെ അങ്ങനെ. അല്ല, അങ്ങനെ തന്നെ വെക്കാനാ പ്ലാൻ. പുറകിൽ നിന്ന് അല്പം സ്ഥലം തരുമെങ്കിൽ നല്ല വില തരാം. സ്ഥലം തൽക്കാലം കൊടുക്കാൻ ആലോചനയില്ല. കൊടുക്കുകയാണെങ്കിൽ വാസുവിന് തന്നെ വരാം. വരട്ടെ? ശരി. പേപ്പർ കാർഡർ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതെ, ഇപ്പൊ കൊണ്ടുവന്നതാ. ഏതാ കമ്പനി? ഹിറ്റാച്ചി. കുറച്ചുകൂടെ ശബ്ദം കൂട്ടി വെക്കുകയാണെങ്കിൽ നാട്ടുകാർക്കൊക്കെ കേൾക്കായിരുന്നു. അപ്പാ, അല്പം കൂടെ ശബ്ദം കൂട്ടി വെക്ക്. ശരി മോനെ. ആരാടിയത്? ഏത്? നീ ഇവിടെ സംസാരിച്ചുകൊണ്ടെന്ന് ആരോടാണെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ലേ പിന്നെ സംസാരിച്ചെന്തിനാ? ചോദിച്ചത് കേട്ടില്ലേ? എന്താടാ? ഇവൾ ആ ബോട്ടുകാരനോട് കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടമ്മേ. ഞാൻ ആരോടും കൊഞ്ചിയില്ല. മമ്മയുടെ വീടാരും ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വീട് ചോദിക്കാൻ അവന് നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ? അത് അയാളോട് പോയി ചോദിക്കണം. എനിക്കിപ്പോ നിന്നോട് ചോദിച്ചാൽ മതി. ഈ തറവാടിന്റെ അന്തസ്സുണ്ട്. നീയും അവനുമായിട്ട് എന്താണ് ഇടപാടെന്ന് എനിക്കിപ്പോ അറിയണം. ഒരാളോട് സംസാരിച്ചു പോയാൽ തറവാടിന്റെ അന്തസ് ഇടിഞ്ഞു വീഴുവോ? കൊഞ്ചി പോലും കുറ്റം കണ്ടുപിടിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. സിന്ധു, ഞങ്ങളെ ഗുണദോഷിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചേട്ടൻ ഇതുവരെ നോക്കിയിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ട് ഒരു ബ്ലൗസിന് തുണിയെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും, തോന്നി വഴിക്ക് ഇറങ്ങിപ്പോ. എന്താണ് നീ പറഞ്ഞത്? ചീത്തപ്പേര് കേൾപ്പിച്ച് കൊല്ലി ഞാൻ. പോടി അപ്പുറത്ത്. ഇന്ന് എനിക്ക് രണ്ടിലും അറിയാം. അവൻ പറഞ്ഞത് നേരെയാണോടി? കുഞ്ഞ് വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങള്. ആ ബോട്ടുകാരൻ ആളൊരു താൻ തോന്നിയ 1-2 മാസമായിട്ട് അയാൾ ഈ പുഴ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പോകുന്ന കാണാം. അയാൾ ആ കുഞ്ഞിനോട് എന്തെങ്കിലും മിണ്ടിന്നോ പറഞ്ഞോ? അവള് വേണ്ടി എന്ന് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞില്ലേ? പറഞ്ഞെങ്കിൽ തന്നെ എന്താ തെറ്റ്? അവരുടെ എന്തെങ്കിലും കാര്യം കുഞ്ഞ് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? അറിവും ആരോഗ്യമുള്ള ഒരു ആങ്ങളെ ഉള്ളപ്പോ പെങ്ങക്ക് ചെറുക്കനെ തിരക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക അമ്മ. കുഞ്ഞ് ആർക്കു വേണ്ടിയായി കഷ്ടപ്പെടുന്നേ? നന്ദി കെട്ടവരായി നാട്ടുകാര്. തീറ്റ കഴിഞ്ഞാൽ ഉടനെ കൊക്കു ഉടയ്ക്കുന്ന കാക്കകളെ പോലെ പറ്റ. മറ്റുള്ളവർക്ക് വേണ്ടി രാപകലില്ലാതെ ഇങ്ങനെ ഓടിയെടുക്കുന്ന കൂട്ടത്തിൽ അമ്മയുടെയും പെങ്ങാമാരുടെയും കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അവരന്യരാണെന്ന് കരുതിയിട്ടെങ്കിലും. ഇല്ല കുമാരൻ ചേട്ടാ, കുറച്ചു ദിവസമായിട്ട് ഇതൊക്കെ തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെഴുന്നേറ്റാട്ടെ. അവരൊക്കെ ആഹാരം കഴിക്കാതെ നോക്കിയിരിക്കുക. ഇന്ന് എനിക്കും ഇവിടുന്ന് 2 പിടി ചോറുണ്ടണം.